ഹായ് ഹലോ ഫ്രണ്ട്സ്, ഈ നായ്ക്കുട്ടികളെ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും ഞാൻ എൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. 2 ദിവസം അമ്മയോടൊപ്പം നിൽക്കാം. അമ്മ കുറച്ച് ദിവസം ഒറ്റയ്ക്കല്ലേ, ഒറ്റയ്ക്കാണ്. അപ്പോൾ ഇടയ്ക്കൊന്ന് കൂട്ടായിട്ട് നമ്മൾ വന്നില്ലെങ്കിൽ എനിക്കും വിഷമാവും, അത് അമ്മയ്ക്കും വിഷമാവും. അപ്പോൾ 2 ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്വത്തുവിനെയും വാരിക്കൂട്ടി വന്നിരിക്കുകയാണ് വീട്ടിലേക്ക്. അമ്മ വീട്ടിലുണ്ടായില്ല ഞാൻ വന്ന സമയത്ത്. അപ്പോൾ ചാവിയൊക്കെ ഒരു സ്ഥലത്ത് വെച്ചതാണ് എനിക്കറിയാം. അന്ന് വാതിലൊക്കെ തുറന്നു. അമ്മ വന്നപ്പോൾ കണ്ടില്ലേ, അമ്മയ്ക്ക് ഒത്തിരി സന്തോഷമായി സ്വത്തുവിനെ കണ്ടപ്പോൾ. കാരണം ഒറ്റയ്ക്ക് ജീവിക്കുന്ന ആളല്ലേ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ മക്കളും കൊച്ചുമക്കളൊക്കെ വരുമ്പോൾ അതൊരു ഭയങ്കര സന്തോഷമാണ് അവർക്ക്. അതുപോലെ തന്നെ അമ്മ ഒറ്റയ്ക്കാണെങ്കിൽ ഭക്ഷണം കഴിക്കാൻ മടിയാണ്, വെച്ചുണ്ടാക്കാൻ മടിയാണ്. മടിയല്ല, കഴിക്കാൻ തോന്നില്ല. അങ്ങനെ ചിലർക്ക് ഓരോ മൈൻഡാണ്. ചിലർ ഒറ്റയ്ക്കാണെങ്കിൽ ഫുഡ് വെച്ചുണ്ടാക്കി കഴിക്കും, പക്ഷെ ചിലവർക്ക് അങ്ങനെ കഴിക്കാൻ പറ്റില്ല. ആ ഒരു ടൈപ്പാണ് എൻ്റെ അമ്മ. അങ്ങനെ രണ്ടാളും നല്ല വർത്തമാനം പറയലും കൊഞ്ചിക്കലും കളിയും ചിരിയൊക്കെ ആയി കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തു. ശരിക്കും ഞാനിപ്പോൾ ശശിയായി. എന്നെ വന്നിട്ട് മൈൻഡും കൂടി ചെയ്തില്ല. നേരെ കൊച്ചുമോളെ എടുത്ത് സംസാരിക്കലും കളിപ്പിക്കലും ഒക്കെ ആയിരുന്നു. എന്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടാൾ വിശേഷങ്ങൾ പറയും, അവളതിന് റെസ്പോണ്ട് ചെയ്യണമൊക്കെ ഉണ്ട്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണല്ലേ. അപ്പോൾ അമ്മ വന്നപ്പോൾ വെറും കൈയോടെ അല്ല വന്നത്, അവൾക്ക് വേണ്ട മിഠായും പലഹാരങ്ങളും ഒക്കെ വാങ്ങിയിട്ടാണ് വന്നത് കേട്ടോ. ഈ ഒരു സാധനം പരസ്യത്തിൽ കാണുന്ന ഒരു ക്രീം പോലത്തെ ബണ്ണിൻ്റെ സ്റ്റഫിങ് ആണ്. എനിക്ക് 20 രൂപ എങ്ങാണ്ടാണ് അതിൻ്റെ വില. എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല, പക്ഷേ കുഴപ്പമില്ല. നമുക്ക് ഇന്ന് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായില്ല. ഞാൻ പറഞ്ഞില്ലേ, അമ്മ ഒറ്റയ്ക്കായതുകൊണ്ട് അങ്ങനെ ബേക്കറി കാര്യങ്ങളൊന്നും വാങ്ങിയില്ല. ഞങ്ങൾ വരണ്ടെന്ന് പറഞ്ഞ കാരണം അമ്മ കടയിൽ നിന്ന് വാങ്ങിയിട്ട് വന്നാണ് ഇതൊക്കെ. കുഴപ്പമില്ലാത്ത രീതിയിൽ കഴിക്കാം. പിന്നെ സ്വത്തുവിൻ്റെ സ്ഥിരം പ്ലേസായ TV സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുകയാണ്. അവൾക്ക് ഇവിടെ ആണെങ്കിൽ ഇവളുടെ മെയിൻ ചില മുക്കുകളും ഏരിയകളും ഉണ്ട് അവൾ കളിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഈ സമയത്ത് ഏട്ടനെ ഒത്തിരി മിസ് ചെയ്തു. കാരണം ഞാൻ ഏട്ടനില്ലാതെ ആദ്യമായിട്ടാണ് എൻ്റെ വീട്ടിലേക്ക് വരുന്നത് കല്യാണം കഴിഞ്ഞതിന് ശേഷം. എല്ലാ പ്രാവശ്യം ഏട്ടൻ കൊണ്ടുപോവുക ഈ ഒരു ഇതാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഏട്ടൻ ഒത്തിരി നേരം അമ്മ ഇങ്ങനെ സംസാരിച്ചു. ഏട്ടനില്ലാത്തതിൻ്റെ ഒരു വലിയ കുറവ് തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ച്. എൻ്റെ അമ്മയ്ക്കാണെങ്കിലും ഏട്ടൻ എന്ന് പറയുന്നത് ഒരു മരുമോനേക്കാളും ഉപരി ഒരു മകൻ തന്നെയാണ്. എൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യണേക്കാട്ടിലും കൂടുതൽ ഇവരായിട്ടാണ് ഡിസ്കസ് ചെയ്യലും സംസാരിക്കലും. ഇപ്പോൾ വീട്ടിലായാലും പുറത്തെ കാര്യങ്ങളായാലും ഒക്കെ ഇവരായിട്ട് നന്നായി സംസാരിക്കും. ഏട്ടനുണ്ടെങ്കിൽ തന്നെ വീട്ടിലൊരു ഒച്ചേനൊക്കെ ഉണ്ടാവും. ഇവിടെ എൻ്റെ വീട്ടിലാണെങ്കിലും ഏട്ടൻ്റെ വീട്ടിലാണെങ്കിലും ഞാൻ ഒത്തിരി മിസ് ചെയ്യുന്ന ഒരാളാണ് ഏട്ടൻ കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ ചക്കയട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ദിവസമായി അടയൊക്കെ ഉണ്ടാക്കി കഴിക്കണമെന്ന് അമ്മ പറയണം. പക്ഷെ അമ്മ ഒറ്റയ്ക്ക് ആയത് തന്നെ അമ്മയ്ക്ക് മടിയാണ് ഉണ്ടാക്കുക. മടിയല്ല, ഉണ്ടാക്കിയിട്ട് ഒറ്റയ്ക്ക് തന്നെ കഴിക്കേണ്ട. അടയാകുമ്പോൾ 1-2 ഒന്നും നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എങ്ങനെ പോയാലും ഒരു 10-12 ഉണ്ടാക്കി പോവും. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ ഉണ്ടാക്കാം അമ്മ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അടുക്കള കയറി അമ്മയിലേക്ക് ശർക്കരപ്പാനിയൊക്കെ ഉപയോഗിച്ച് സെറ്റാക്കുന്നുണ്ട്. ഈ അടയൊക്കെ ഒരു നൊസ്റ്റാൾജിക്കാണ് കേട്ടോ എനിക്ക്. ഞാൻ ചെറുപ്പത്തിലൊക്കെ അമ്മൂമ്മ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് അതിന്. ചക്കയടയ്ക്ക് ചക്ക വരട്ടിയിട്ട് വെച്ച് അത് മിക്സിയിലിട്ട് അടിച്ചതൊക്കെയാണ്. ശരിക്കും അമ്മൂമ്മ ഉണ്ടാക്കുന്ന സമയത്ത് തലേന്ന് വൈകുന്നേരം ഒരു 8 മണി 9 മണി സമയത്ത്, അതായത് അടുപ്പിലെല്ലാ പരിപാടികളും കഴിഞ്ഞ് ലാസ്റ്റാണ് ഇതിൽ വെക്കുക. ഇഡ്ഡലി ചെമ്പിൽ അടച്ച് വെക്കും. എന്നിട്ട് പിറ്റേന്ന് രാവിലെ തുറക്കുമ്പോൾ എൻ്റെ സാറേ എന്തൊരു മണമാണെന്നറിയാമോ. ചൂട് കട്ടൻ ചായയുടെ ഒപ്പം ഈ അട അങ്ങോട്ട് കഴിച്ചിട്ടുണ്ടല്ലോ, വേറെ ഒന്നും വേണ്ട. 1-2 അട മതി വയറ് ഫില്ലാവാൻ. നല്ല ടേസ്റ്റും. അപ്പോൾ അമ്മ അതിന് കൂട്ടുപാകത്തിന് ചേർക്കുകയാണ് കേട്ടോ. ഇതുണ്ടാക്കണ ഇല ഞാനൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. വാഴയിലൊക്കെ ഉണ്ടാക്കുന്നവരുണ്ട്, പക്ഷെ അതിനേക്കാളും ഒരു ടേസ്റ്റാണ് ഇന്ന് പട ഉണ്ടാക്കിയല്ല കേട്ടോ. അതിൻ്റെ പേരെന്താ? എടനടലേ അങ്ങനെ എന്തോ ആണ്. എനിക്ക് നാവ് ഉളുക്കാണ്. അതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് കിട്ടണില്ല. ഞാൻ എന്തായാലും നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ ആ ഇല. അപ്പോൾ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെയും കണ്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ എല്ലാവർക്കും സുഖമാണോ?
എല്ലാവരും എന്തൊക്കെ എടുക്കണു. ഞാൻ എന്താ 2 ദിവസം വീഡിയോ ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല, നമുക്കൊന്നും കിട്ടിയില്ല. ഞാൻ എന്നും ഈ വീട്ടിൽ കിടന്ന് കുത്തിമറിയണ അംഗങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിച്ചാലോ വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ആയിട്ട് എന്നും ഇടണം എന്നുണ്ട് എനിക്ക്. നമുക്ക് നോക്കാം, വഴിയെ നോക്കാം. എല്ലാവരുടെയും സപ്പോർട്ട് അനുസരിച്ചാണല്ലോ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിലാണ് എനിക്കും അത് ഉൾക്കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അമ്മ ഉണ്ടാക്കുന്നത് അട നമ്മളൊരു ഭാഗത്ത് സെറ്റാക്കി വെച്ച്, അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അമ്മ ഉണ്ടാക്കുന്ന ഒരു ചമ്മന്തി ഉണ്ട്, അത് ഉണ്ടാക്കുക പറഞ്ഞു. കഞ്ഞി മതി പറഞ്ഞു നമുക്ക് കിട്ടുന്ന രാത്രി. അപ്പോൾ ആ ചമ്മന്തി എന്ന് പറഞ്ഞാൽ ഞാൻ പണ്ട് ഉണ്ടാക്കി തരുമായിരുന്നു അമ്മ, എനിക്കിഷ്ടമാണ്. അപ്പോൾ ആ ചമ്മന്തിയാണ് ഞാൻ ഉണ്ടാക്കിയത്, ഞാനല്ല അമ്മ ഉണ്ടാക്കി തന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അടയുടെ ഒരു പാകം. ഞാൻ ഒരെണ്ണം ഓൾറെഡി കഴിച്ച് കഴിഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞു നമ്മൾ ലാസ്റ്റ് ഫുഡ് കഴിക്കാൻ പോവാണ്, ചമ്മന്തിയും ചോറും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഒരു വീഡിയോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.